മിഡിൽ ഈസ്റ്റിലെ സംഘർഷഭരിതമായ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത് ഇറാന്റെ അധികാര സ്ഥിരാകേന്ദ്രങ്ങളിലേക്കാണ്. ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും ചാരക്കണ്ണുകൾ ടെഹ്റാനിലെ ഓരോ ചലനങ്ങളും നിരീക്ഷിക്കുമ്പോഴും അവരെല്ലാം ആശയക്കുഴപ്പത്തിലാക്കുന്ന ഒരു കറുത്ത മതിൽ ഇറാന്റെ ഭരണാധികാരികൾക്ക് ചുറ്റുമുണ്ട്. ആ മതിലിന്റെ പേരാണ് NOPO. വെറുമൊരു കമാൻഡോ സംഘമോ അല്ലിത്. ഇറാന്റെ പരമോന്നത നേതാവിന്റെയും അദ്ദേഹത്തിന്റെ പിൻഗാമിയെന്ന് കരുതപ്പെടുന്ന മകൻ മൊജ്തബ ഖമേനിയുടെയും ജീവൻ കാക്കുന്ന അദൃശ്യ ശക്തി. 2026 സംഘർഷങ്ങൾക്കിടയിൽ ഇറാന്റെ രാഷ്ട്രീയ ഭാവി നിശ്ചയിക്കുന്നതിൽ ഈ സേന വഹിക്കുന്ന പങ്ക് സമാനതകളില്ലാത്തതാണ്. ഇതിന്റെ അർത്ഥം ഭരണകൂടത്തെയും പരമോന്നത നേതാവിനെയും സംരക്ഷിക്കുന്ന പ്രത്യേക സേനയെന്നാണ്. 1979 ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ഇറാന്റെ ആദ്യത്തെ സുരക്ഷാ ഘടനയിൽ വലിയ മാറ്റങ്ങൾ വന്നു. 1991 ഇറാന്റെ ആദ്യത്തെ പരമോന്നത നേതാവായ റുഹുള്ള ഖൊമേനിയുടെ സുരക്ഷ ഉറപ്പാക്കാൻ നിയോഗിക്കപ്പെട്ടിരുന്ന 28ാമത് റൊഹ്ല ഡിവിഷനിൽ നിന്നാണ് ഈ എലൈറ്റ് യൂണിറ്റ് രൂപം കൊണ്ടത്. ഇറാന്റെ സൈനിക ഘടനയിൽ സാധാരണ സൈന്യമായ അർത്തേഷും വിപ്ലവ ഗാർഡുകളായ IRGCയും ഉണ്ടെങ്കിലും NOPO ഇവയിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ്. ഇത് നേരിട്ട് പരമോന്നത നേതാവിനോട് മാത്രം റിപ്പോർട്ട് ചെയ്യുന്ന അതീവ രഹസ്യ സ്വഭാവമുള്ള ഒരു കൊച്ചു സൈന്യമാണ്. ഇറാനിലെ നിലവിലെ പരമോന്നത നേതാവ് അലി ഖമേനിയുടെ മകൻ മൊജ്തബ ഖമേനി ഇറാന്റെ അടുത്ത ഭരണാധികാരിയാകുമെന്ന് പ്രഖ്യാപിക്കപ്പെട്ടതോടെ അദ്ദേഹത്തിന് നേരെയുള്ള ഭീഷണികൾ വർദ്ധിച്ചിരുന്നു. 2026 ഫെബ്രുവരി 28 ഇറാന്റെ അധികാര കേന്ദ്രങ്ങൾക്ക് നേരെ നടന്ന അതിശക്തമായ ആക്രമണങ്ങൾ ലോകത്തെ ഞെട്ടിച്ചു. ആദ്യഘട്ട റിപ്പോർട്ടുകൾ പ്രകാരം മൊജ്തബയുടെ കുടുംബാംഗങ്ങൾ കൊല്ലപ്പെട്ടുവെന്നും അദ്ദേഹം ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലാണെന്നും വാർത്തകൾ വന്നു. എന്നാൽ ഈ കടുത്ത ആക്രമണത്തിനിടയിലും മൊജ്തബ ഖമേനിയെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാൻ NOPOയ്ക്ക് സാധിച്ചു.